ഇടതുപക്ഷം നയിക്കുന്ന മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ ഇന്നത്തെ പൊതുസമ്മേളന നഗറിലേക്ക് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ പ്രിയപ്പെട്ട ജനനേതാവ് ശ്രീ ജോസ് കെ മാണി MP നയിക്കുന്ന മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. BJP എതിർക്കാൻ കഴിയുന്നുണ്ടോ കോൺഗ്രസിന്? ഈ പാലായിലെ മുത്തോലി പഞ്ചായത്ത് BJP പിടിച്ചെടുത്താരാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പിടിച്ചെടുത്തത്. പന്തളത്തെ മുനിസിപ്പാലിറ്റി BJP പിടിച്ചെടുത്താരാ? ഇടതുപക്ഷമാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളം വികസന രംഗത്ത് കുതിച്ചു ചാട്ടം നടത്തിയ 10 വർഷം രാജഭരണകാലം തൊട്ട് ആക്ഷേപിച്ചിരുന്ന സർക്കാർ ആശുപത്രികൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് എന്തായിരുന്നു കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി? കുറവിൽ മരുന്ന് വെക്കാൻ പനി പോലും ഇല്ലാതിരുന്ന കാലത്ത് നിന്നും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന തലത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മാറ്റി തീർത്തു ഇടതുപക്ഷം. അതാണ് മാറ്റം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളെല്ലാം ഹൈടെക്കായി മാറി. അതുപോലെ തന്നെ നടക്കുകയാണ്. ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ബൈബിളെടുത്ത് വായിക്കാൻ കഴിയും. ക്രിസ്മസിന് കേക്ക് കൊണ്ടുകൊടുക്കാൻ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലടയ്ക്കുന്ന രാജ്യമായി രാജ്യം മാറ്റിയില്ലേ BJP? ക്രിസ്മസിന് കരോട് പോകാൻ പറ്റില്ല. ദക്ഷിണ പ്രവർത്തനം നടത്തിയാൽ അവർക്ക് ചാണകം തിന്നേണ്ടി വരും. കന്യാസ്ത്രീകളെ BJP ഭരണം ജയിലടച്ചില്ലേ? കേരളത്തിലെ BJP-ക്കാർ ഒരു അക്ഷരം പറഞ്ഞോ? ഛത്തീസ്ഗഡിലെ BJP ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ല, ഇവിടെ നേരത്തെ ഭരിച്ചിരുന്ന കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമമാണ്. ഈ കന്യാസ്ത്രീകൾ ജയിലടയ്ക്കാൻ, ഇവിടെ മിഷണറിമാരെ ജയിലടയ്ക്കാൻ BJP-ക്ക് സഹായമാകുന്ന നിയമം ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. എങ്ങനെയുണ്ട് മതനിരപേക്ഷ കോൺഗ്രസിന്റെ നിലപാട്? രാജ്യത്ത് BJP-ക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുമ്പോൾ കേരളം അതിന് വിരുദ്ധമായി എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് മതനിരപേക്ഷതയുടെ നാടായി കേരളത്തെ സംരക്ഷിക്കുന്നു. ഈ ബജറ്റിൽ എല്ലാ വിഭാഗം മനുഷ്യരെയും സഹായിക്കാൻ സമീപനം സ്വീകരിച്ചു. ആശമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും 1000 രൂപ വീതം അവരെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുത്തു. പാചക തൊഴിലാളികൾക്ക് 75 രൂപയാണ് പ്രതിദിനം അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചു. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ 50 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുത്ത